അപ്പോൾ നമുക്ക് മാജിക് ബോട്ടിലെ ആക്ടിവിറ്റീസ് ചെയ്താലോ ഇന്ന്? മാജിക് ബോട്ടിൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്താലോ? ഓക്കെ ഓക്കെ. പറഞ്ഞിയോ? ഓക്കെ, നമുക്ക് പൂച്ച ഉണ്ടാക്കാം. അത് ചെയ്യാം. ക്യാറ്റിൻ്റെ ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, ചെയ്യാം. എന്തൊക്കെ വേണം? പെൻസിൽ, കത്രിക, ഇറേസർ, പെയിന്റ് ബ്രഷ്, ഓക്കെ പെയിന്റ്. ഓക്കെ, മെയിനായിട്ട് ഒന്ന് വേണം. ഏതാ വേണ്ടിയത്? ചാർട്ട് പേപ്പർ. ഏത് കളർ വേണം? യെല്ലോ വേണോ വൈറ്റ് വേണോ? നമുക്ക് യെല്ലോ എടുക്കാം അല്ലേ? ഓക്കെ, ചെയ്യാം. അതെ, ആ സൈസിൽ നമ്മളൊരു ചാർട്ട് പേപ്പർ എടുക്കണം, വെട്ടിയെടുക്കണം. ഓക്കെ, അതിനുശേഷം ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിൻ്റെ അറ്റത്ത് സെമി സർക്കിൾ 2 എണ്ണം വരച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ ഷേപ്പിൽ വെട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ 2 ടിപ്സും ഫോൾഡ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതില് ഗമ്മ് തേക്കണം ബാഗ്. എന്നാൽ നമ്മൾ ഇങ്ങനെ മടക്കി ഒട്ടിക്കണം അല്ലേ? ഓക്കെ. നമ്മൾ ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുഖം കട്ട് ചെയ്തെടുക്കണ്ടേ. ഇനി നമ്മൾ ചാർട്ട് പേപ്പറിൽ ഈ ക്യാറ്റിൻ്റെ മുഖം ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഇനി ഇതാണ് ചെയ്യാൻ പോകുന്നത്. കുട്ടികളല്ലേ, അപ്പം നമുക്ക് ഇതുപോലെ ഏതെങ്കിലും എന്തെങ്കിലും അടപ്പെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പെൻസിലോ നമുക്ക് ചെയ്യാൻ ഞാൻ ചെയ്തെടുത്തിട്ട് ഓക്കെ, ഇമൽ സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി 2 കണ്ണ് ഇമൽ വരയ്ക്കുന്നുണ്ട്, 2 കണ്ണുകൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഐബ്രോസ് വരയ്ക്കുമോ? ഐബ്രോ ഇമലിന് അറിയാവുന്ന പോലെയാണ് ഇമൽ വരയ്ക്കുന്നത് കേട്ടോ. കൂട്ടുകാരും അങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, മിടുക്കിക്കുട്ടി. ഇമൽ വരച്ച ഫേസ് ഇതാണ് കേട്ടോ ക്യാറ്റിൻ്റെ. ഇനി നമുക്കിത് ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഓക്കെ, ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വളരെ ചെറുതായിട്ട് നേർത്ത്. എന്തോ ഒരു കുറവുണ്ടല്ലേ? ഇനി എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? ഇനി ടെയിൽ വേണം അല്ലേ? ടെയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഹിമൽ തന്നെയാണ് വര വരയ്ക്കുന്നത്. ഓക്കെ, നമ്മുടെ പേപ്പർ മ്യൂ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ നെയിംസും തന്നിട്ടുണ്ട്. നമുക്കത് ഒന്നുകിൽ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ ഒട്ടിച്ച് സൂക്ഷിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ പേപ്പർ നമുക്ക് കീറി വയ്ക്കാം. നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ആൽബം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇമലിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബുക്കിൽ ഒട്ടിക്കുന്നുണ്ടോ? ഇമലോ, ചാർട്ട് പേപ്പറിന് ഒരു ബോർഡർ വരയ്ക്കണ്ടേ? ഒരു ഭംഗിയൊക്കെ വേണ്ടേ? ബോർഡർ വരയ്ക്കുമോ? ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് അതിൻ്റെ നെയിം ഒട്ടിക്കാൻ പോവാം. ഫ്ലവേഴ്സ് എന്നുള്ള നെയിം. ഓക്കെ മിലോ, അത്രയും മതി. അപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ട്.
ഇനി ഫ്ലവേഴ്സിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് നമുക്ക് പറയാം. F L O W E R S. ഫ്ലവേഴ്സ്. ഇത് ഏത് ഫ്ലവർ ആണ്? സൺഫ്ലവർ. ഓക്കെ, സൺഫ്ലവർ ഒട്ടിക്കാം. ഇത് ഏത് ഫ്ലവർ ആണ്? റോസ്. റോസ്. റോസ് ഒട്ടിക്കാം. ഓക്കെ, ഇക്സോറ. ഓക്കെ, ഇക്സോറ ഒട്ടിക്കാം. നെക്സ്റ്റ് ജാസ്മിൻ. ഓക്കെ, ജാസ്മിൻ ഇഷ്ടമാണോ എമിലു? ഹിബിസ്കസ്. എമിലിന് പറയാൻ പറ്റുമോ ഹിബിസ്കസ്? എമിലിന് പറ്റുന്നുണ്ട് അല്ലേ? ഹിബിസ്കസ്. ഓക്കെ, ഒട്ടിക്കാം. ഒട്ടിക്കാം. ഈ ലോട്ടസ്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? ലോട്ടസ്. ഒട്ടിക്കാം. നമ്മൾ ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി റെയിൻബോ ആണ്. അത് നമ്മൾ നൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വേണം? ഒരു ഗ്ലാസ് വാട്ടർ വേണം, പിന്നെ ഒരു ടോർച്ച് ലൈറ്റ് വേണം, ഒരു വൈറ്റ് പേപ്പർ വേണം. സിമ്പിളായിട്ട് നമുക്ക് ഒരു റെയിൻബോ കാണാം. ആക്ച്വലി കിട്ടും. കണ്ടോ റെയിൻബോസ് വരുന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക്? കണ്ടോ റെയിൻബോ? കണ്ടോ? ഇത് എവിടെ നിന്ന് മേലോട്ട് കണ്ടോ? ഇവല് കണ്ടോ? കണ്ടോ റെയിൻബോസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിനകത്ത് ലൈറ്റിന്റെ റിഫ്രാക്ഷൻ ആണത്.